നമ്മളെല്ലാം ഡ്രൈവിംഗ് പഠിച്ചവരുമാണ്, ഇപ്പോൾ പഠിക്കുന്നവരുമുണ്ട്. ഇങ്ങനത്തെ എല്ലാം ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട്? ശരിക്കും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുമ്പം നമുക്ക് കിട്ടുന്ന ക്ലാസ് എന്തുവാണ്? നമ്മൾ പൈസ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ച് നമുക്ക് ക്ലാസ് കിട്ടുന്നുണ്ടോ? അഥവാ നമുക്ക് ക്ലാസ് കിട്ടിയില്ലേ നമുക്ക് ചോദിക്കാൻ അവരോട് എന്താ ഇത്ര ഭയം? ഇതെല്ലാം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം നമ്മുടെ ഇത് പഠിക്കാൻ വന്നാൽ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ചോദിക്കും, നിങ്ങൾ പിന്നെ ലൈസൻസ് കിട്ടിയല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതേപോലെ ഒരു പോർച്ചിലോട്ട് കയറ്റാൻ? സാറേ, നമ്മൾ റോഡിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കും, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് ചോദിക്കുന്നില്ല ക്ലാസ്സിൻ്റെ കാര്യത്തിനെ കുറിച്ച്? ശരിക്കും ഞങ്ങൾക്ക് പേടിയാണെന്നാണ് പറഞ്ഞത്. എന്തിന് നിങ്ങൾ പേടിക്കണം? നിങ്ങൾ ഡ്രൈവിംഗ് ഫീസ് കൊടുത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു, പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് നിങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾ എന്തിന് പേടിക്കണം? വഴക്ക് പറയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നമുക്ക് ആ പേപ്പർ കൊടുത്തിട്ട് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ എവിടെയും നമ്മൾ പേടിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അഥവാ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഒന്ന് വഴക്ക് പറയും എന്ന് വിചാരിച്ച് പിന്നെ അടുത്ത കാര്യത്തിന് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓടിച്ച് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങണമെന്നായിരിക്കും നമ്മുടെ ചിന്താഗതി. ആ ചിന്താഗതിയെല്ലാം നമ്മുടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡ്രൈവറാകണം നോക്കണം. വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ മാഷിനോട് നിങ്ങൾ തുറന്ന് ചോദിക്കണം, മാഷേ എന്തിനാണ് ഈ ക്ലച്ച് ചവിട്ടുന്നത്, എന്തിനാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇതെല്ലാം നിങ്ങൾ തുറന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡ്രൈവറാകാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഫസ്റ്റ് ഇട്, സെക്കൻഡ് ഇട്, തേർഡ് ഇട്, ഫോർത്ത് ഇട്, നിങ്ങൾ ഇടുന്നു. അല്ലാതെ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. എന്തിന് ഗിയർ ഇടുന്നത് നിങ്ങൾ ഇന്ന് വരെ പോലും ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് പേടിയാണ്, നേരത്തെ ഓടിച്ച ആളെ വഴക്ക് പറഞ്ഞല്ലോ, എന്നെയും വഴക്ക് പറയുമെന്ന്. അങ്ങനെ ആരും വഴക്കൊന്നും പറയത്തില്ല. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. അത് ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിലും, ഇപ്പോൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ പഠിക്കാൻ പോയാലും നമുക്കറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ചോദിക്കണം കാര്യങ്ങളല്ല. അതേപോലെ തന്നെ ഒരു കാര്യം, നമ്മൾ കയറ്റത്തിൽ കൊണ്ടു നിർത്തി കഴിയുമ്പോൾ ബ്രേക്ക് ചെയ്യുന്ന കാരണം വണ്ടി പുറകോട്ടും. ഉടനെ പറയും, സാറേ ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ കയറ്റത്തിലെല്ലാം കൊണ്ട് നിർത്തിയപ്പോൾ ഇതേപോലെ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് പുറകോട്ട് പോയില്ലല്ലോ. അതാണ് നിങ്ങളെല്ലാം പ്രശ്നം. കാരണം അവിടെയെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. അതിനാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഞാൻ എല്ലാവരെയും ഉപദേശിച്ച് നന്നാക്കുമൊന്നുമല്ല. എൻ്റെ അടുത്ത് വന്ന ക്ലയൻറ്റിൽ ഒരു 10% ആൾക്കാരോളം ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്നെ പൊങ്കാല ഇടാനായിട്ട് വരരുത്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഡ്രൈവർ ആകാനാണ് ആഗ്രഹം. കാരണം ചിലവർ ഇതൊരു തൊഴിൽ മേഖലയായിട്ടായിരിക്കും കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരെവിടുന്നെങ്കിലും എല്ലാം പൈസ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇതൊന്ന് പഠിച്ച് ഒരു മേഖലയിലോട്ട് പോകാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്കൊരു നല്ലൊരു തൊഴിലാക്കി നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുക.